والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد ونبات العماد التي لم يخلق مثلها في البلاد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. ശ്രദ്ധിക്കാനുള്ളത് വൽ ഫജർ. അവിടെ നിങ്ങൾ എങ്ങനെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ആഴ്ച? അല്ലേ? വലയാലിൻ അഷർ. ചിലര് വലയാലിൽ അഷർ നോക്കുന്നുണ്ട്, അത് പാടില്ല. വലയാലിൻ അഷർ. അവിടെ ലിൻ പിന്നെന്താക്കാൻ പാടില്ല, ഇൽഹാർ ചെയ്യാനേ പാടുള്ളൂ, ലിൽ എന്ന് ഓതാൻ പാടില്ല. ഓക്കെ. വലയാലിൻ അഷർ والشفع والوتر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. നമ്മൾ കഴിഞ്ഞ ആഴ്ച റാഇനെ പറ്റി നിങ്ങൾ ചോദിച്ചിരുന്നു അല്ലേ? നിങ്ങളെ സംശയം തീർന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റാഇന് രണ്ട് ഉച്ചാരണമുണ്ട്. റാ എന്നതിന് രണ്ട് ഉച്ചാരണമുണ്ട്. ഏതൊക്കെയാണ് ആ ഉച്ചാരണം നമ്മൾ പറഞ്ഞിരുന്നത്? ഒന്ന് തഫ്ഹീം. എന്തായാലും പറയാം? തഫ്ഹീം. രണ്ടാമത്തത് തർഖീഖ്. തർഖീഖ്. തഫ്ഹീം നമ്മൾ എന്താ പറഞ്ഞത്? വായ വീർപ്പിച്ച് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക, റ അല്ലേ? തർഖീഖ് നേരെ ഓപ്പോസിറ്റ്. സ്വരഭാരമില്ലാതെ നേർത്ത് ഉച്ചരിക്കുക, അതിനാണ് തർക്കീക്ക്. അപ്പൊ റാ എന്നതിന് രണ്ട് ഉച്ചാരണുണ്ട്. ഇനി ഇവിടെ റാ വന്ന സ്ഥലം നോക്കി നിങ്ങള്. ഫജിർ, അഷർ, വത്തർ, യസർ, ഹെജർ, അവിടെയൊക്കെ റാ 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 വന്നിട്ടുണ്ട് അല്ലേ? ആ റാ ഇവിടെ തഫീമായിട്ടാണോ ഉച്ചരിക്കേണ്ടത്, തർക്കീക്കായിട്ടാണോ ഉച്ചരിക്കേണ്ടത്? ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകൾ ചോദിച്ചിരുന്നത് അല്ലേ? എങ്ങനെയാണ് തഫീമായിട്ട് ഉച്ചരിക്കേണ്ടത്? 5 കാറ്റഗറി ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട്. തഫീമായിട്ട് ഉച്ചരിക്കേണ്ടത് 5 കാറ്റഗറിയാണുള്ളത്. ഏതൊക്കെയാണ് 5 കാറ്റഗറി? ഒന്ന്, റാഇന് ഫതഹ് വരിക. റാ എന്നുള്ള അക്ഷരത്തിന് ഫതഹ് വരിക. അങ്ങനെയുള്ള ഒരു നിങ്ങൾ പറഞ്ഞു നോക്കി, ഏതാ റാഇന് ഫതഹ്? ഉദാഹരണമായിട്ട് റബ്ബുൻ അല്ലേ? അർ റഹ്മാൻ, പിന്നെ റഹ്മ, റസഖക്കും. ഉണ്ടോ? റാഇന് ഫതഹ് വരിക ഒന്ന്. അവിടെ നമ്മൾ എന്താക്കി ഉച്ചരിക്കണം? തഫീമായിട്ട്. 2, പിന്നെ റാഇന് ലൊമ്മ് വരിക. റാഇന് ലൊമ്മ് വരിക. ഉദാഹരണം എന്താ? പിന്നെ ഉദാഹരണം റുസുലുൻ അല്ലേ? റുസുലുൻ. പിന്നെ വേറെ ഉദാഹരണം പറഞ്ഞു നോക്കി, റാവിന് ലൊമ്പുള്ളത് റൂഹൻ. ഉണ്ടോ? അപ്പൊ റാഇന് ഫതഹ് വന്നാൽ തഫീമായിട്ട് ഉച്ചരിക്കണം, റാഇന് ലമ്മ് വന്നാലും തഫീമായിട്ട് ഉച്ചരിക്കണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി, പിന്നെ റാഇന് സുക്കൂനൻ, പക്ഷേ മുമ്പുള്ള അക്ഷരത്തിന് കസ്റ് വരാം. അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ്. എന്താ മുമ്പുള്ള അക്ഷരത്തിന്? റാഇന് സുക്കൂന്, മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരാം. ഫതഹ് ഏതാണ്?
അല്ല, അത് കെസ്റല്ല, മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരിക. ഉദാഹരണം മറിയമു, കണ്ടില്ലേ? റായിന് സുക്കൂന്, മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരിക. അങ്ങനെ വന്നാലും തഫീമായിട്ട് ഉച്ചരിക്കണം. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി റായിന് ഫതഹ് വരിക, രണ്ടാമത്തത് റായിന് ദമ്മ് വരിക, മൂന്നാമത്തത് റായിന് സുക്കൂന് വരിക, പക്ഷെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരിക. അങ്ങനെ വന്നാൽ എന്താക്കി ഉച്ചരിക്കണം? തഫീമായിട്ട് ഉച്ചരിക്കണം. നാലാമത്തത് റായിന് പിന്നെ സുക്കൂൻ തന്നെ, മുമ്പുള്ള അക്ഷരത്തിന് ദമ്മ് വരിക. ഇപ്പൊ ഉദാഹരണമായിട്ട് നാലാമത്തെ ഉദാഹരണം ഖുർആനു, അവിടെ ഇപ്പം റായിന് എന്താ? ഖുർ, കണ്ടോ? റായിന് സുക്കൂന്, മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്. ഇനി അഞ്ചാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് കുറച്ച് മുള്ളുംകെട്ടുള്ളത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാലേ എന്താകുള്ളൂ. റായിന് സുക്കൂൻ തന്നെ, പക്ഷെ മുമ്പുള്ള അക്ഷരത്തിന് ആരിലായ കസിർ വരിക. എന്താ ഇപ്പൊ ഈ ആരിലായ കസിർ എന്ന് പറയുന്നത്? അത് ആദ്യം പഠിക്കണം. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വായിക്ക. ഓക്കെ. റായിന് സുക്കൂന് വരിക, മുമ്പുള്ള അക്ഷരത്തിന് ശരിക്ക് മുമ്പുള്ള അക്ഷരത്തിന് റായിന് സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് കെസറും വന്നാൽ എങ്ങനെ ഓതണം? ശരിക്ക് എങ്ങനെ ഓതണ്ടേ? ഫിരാവുന് എങ്ങനെ ഓതണ്ടേ? തർക്കീക്കായിട്ടാ ഉച്ചരിക്കണ്ടേ? പക്ഷെ റായിന് സുക്കൂന് വരിക, മുമ്പുള്ള അക്ഷരത്തിന് ആരിലായ സുക്കൂന് വരിക. എന്താ ഈ ആരിലായ സുക്കൂന്? ആകസ്മികമായി അവിടെ കെസർ വന്ന് പെടുന്നതാണ്, ഒറിജിനൽ അല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതിപ്പോ നിങ്ങൾ എന്താ വായിക്കുക? എന്താ വായിക്കുക നിങ്ങള്? ഇതെന്താ നിങ്ങൾ വായിക്കുക? ഈ അലിഫിന് ഇവിടെ സംഗതിയിൽ കെസർ ഇല്ല, ഉണ്ടോ? ഇല്ല. ആകസ്മികമായി വന്നുകൂടിയതാ, ഒറിജിനൽ അല്ല. യഥാർത്ഥ കുടുംബത്തിൽ പെട്ട കെസർ അല്ല ഇവിടെ, അല്ല. റാ രീ പറയണേക്ക് പിന്നെ തറവാടിൽ വന്ന കെസറല്ല, ആരിലായിട്ട് വന്ന് കൂടിയതാ. അങ്ങനെ വരിക. റായിന് സുക്കൂന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇർജിഉ നല്ല ഓതണ്ടി, ഇർജിഉ. അതാണ് കുറച്ച് മുള്ളുംകെട്ടുള്ള ഈ വിഷയത്തിൽ. മനസ്സിലായോ? റായിന് അപ്പൊ എങ്ങനെ ഇപ്പൊ ആരിലായ കെസർ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അത് ഗഹനമായി പഠിക്കുന്ന വേണം. അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള പദങ്ങൾ പിന്നെ ആകസ്മികമായി വന്നു കൂടുന്ന കെസറുള്ള അക്ഷരം മുമ്പുണ്ടെങ്കിൽ അവിടെ റായിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ആ റായിന് എന്തായിട്ട് ഉച്ചരിക്കണം? തഫീമായിട്ട് തന്നെ ഉച്ചരിക്കണം. ഇതാണ് 5 കാറ്റഗറി എന്ന് ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്തിന്റെ? തഫീമിന്റെ. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു നോക്കിയാണ്. റായിന് എന്ത് വരിക? ഫതഹ് വരിക. ഉദാഹരണം എങ്ങനെ പറഞ്ഞു? ടൈം അർ-റഹ്മാൻ, റബ്ബുൻ, അല്ലേ? പിന്നെ രണ്ടാമത്തെ കാറ്റഗറി റായിന് ലമ്മ് വരിക. ഉദാഹരണം റുസുലുൻ, റൂഹൻ. മൂന്നാമത്തെ കാറ്റഗറി റായിന് സുക്കൂന് വരിക, മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വരിക? ഫതഹ് വരിക. ഉദാഹരണം മറിയമു. നാലാമത്തെ കാറ്റഗറി റായിന് എന്ത് വരിക? സുക്കൂൻ തന്നെ വരിക. പിന്നെന്ത് വരിക? മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വരിക? ലമ്മ് വരിക. ഉദാഹരണം നമ്മളെന്താ പറഞ്ഞത്? ഖുർആനു, അല്ലേ? ഖുർആനു റായിന് സുക്കൂനുണ്ട്, അവിടെ ഖുർആനു നല്ലല്ലോ നമ്മൾ ഓതുന്നത്, ആണോ? ഖുർആനു, അല്ലേ? ഇനി അഞ്ചാമത്തെ കാറ്റഗറി റായിന് സുക്കൂനുണ്ട്, പക്ഷേ ആരിലായ കെസറാണ്, ഒറിജിനൽ കെസർ അല്ല. ഒറിജിനൽ കെസർ വന്നാൽ എന്താക്കണം? തർക്കീക്ക് വേണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫിരാവുനു, ആ ഫി ഒറിജിനലാണ്, തറവാടിയായിട്ടുള്ള ആളാ ഫി, ആ കെസർ. ഇത് തറവാടിയല്ല, അകത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് കൂടിയതാണ്, അതാണ് ആരില്. അങ്ങനെയുള്ള കെസറാണോ ആരിലായ കെസറാണോ നോക്കുക. ആരിലായ കെസറാണെങ്കിൽ എന്ത് വേണം? തഫീമാക്കണം. ഒറിജിനൽ ആണോ എങ്കിൽ എന്താക്കണം? തർക്കീക്കാക്കണം. മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾക്ക് അഞ്ചാമത്തെ കാറ്റഗറി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇനി തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെ? തർക്കീക്കാക്കേണ്ടത് ഒന്ന് എന്ത് വരിക? റ എന്ന അക്ഷരത്തിന് കെസർ വരിക. ഉദാഹരണം 3 കാറ്റഗറിയാണ്. ഒന്ന് രി, കെസർ വരിക. അപ്പൊ ഉദാഹരണമായിട്ട് റിഹലത്ത്, അല്ലേ? റിഹലത്ത് ശിതാഇ, അവിടെ റഹലത്ത് ശിതായി നമ്മൾ പറയുന്നത്
അല്ല രി. അപ്പൊ റായിന് അസ്ലി കസർ ഉണ്ടാവിയാൽ എന്ത് വേണം? തർക്കീക്കാക്കണം. ഇനി പിന്നെ റായിന് ലൊമ്മ് വരിക, മുമ്പുള്ള അക്ഷരത്തിന് പിന്നെ ആരിലല്ലാത്ത അസ്ലിയായ തറവാടിയായ കസർ ഉണ്ടാവുക. ഉദാഹരണം ഫിരൗന് തറവാടിയായ കസറാണ് ഫിരൗന്റെ, അല്ലേ? അപ്പൊ റായിന് ഇവിടെ സുക്കൂൻ തന്നെയാണ്, മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വന്നു? അസ്ലിയായ കസർ വന്നു, ആരിലല്ല. അതാണ് അവിടെ പ്രത്യേകം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രി തർക്കീക്കായിട്ട് ഉച്ചരിക്കണം. മൂന്നാമത്തത് ഇപ്പൊ ഉദാഹരണമായിട്ട് മൂന്നാമത്തത് റായിന് സുക്കൂൻ തന്നെ. റായിന് സുക്കൂൻ തന്നെ, മുമ്പുള്ള അക്ഷരം യാ ആണ് നൂട്ടുക. യാ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്ത? ഹൈർ. ഹൈർ ഇവിടെ എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഉച്ചരിക്കുക? റായിന് ഇവിടെ സുക്കൂനുണ്ട് കൂട്ടുക, യാഇനും സുക്കൂന്. അപ്പം റായിനും സുക്കൂന് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തർക്കീക്കാക്കണം. ഉദാഹരണമായിട്ട് ഖൈർ, ഖബീർ ഉണ്ടോ? ഖബീർ, ഖബീർ നല്ല ഉദാ. ഖബീർ ഉണ്ടോ? ഖബീർ. അപ്പൊ റായിനും സുക്കൂന്, മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന് വരിക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇനി പിന്നെ മറ്റ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇനി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ അക്ഷരം ഇവിടെ എഴുതിയതാ ഹ, സ്വാദ്, വാദ്, ഐൻ, ത്വാ, ഖാഫ്, ള. അല്ലേ? എത്ര അക്ഷരം ഉണ്ട്? 7 ഉണ്ടാവും. 7 തന്നെയല്ലേ? 2, 4, 6, 7 അല്ലേ? 7 അക്ഷരം. ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് ഹുറൂഫുൽ ഇസ്തിഅലാ. ഇസ്തിഅലാ എന്ന് പറഞ്ഞാല് ഓലെപ്പോഴും ഉയർന്ന ദർജയില്, നമ്മളെ നാട്ടിലെ ബ്രാഹ്മണന്മാരെ പോലെ ഉയർന്നിട്ടേ ഒലിക്കുള്ളൂ. ഓലെപ്പോഴും മുകളിലെ ഇതിലെ സീറ്റിലിരിക്കുള്ളൂ. അങ്ങനെയുള്ള അക്ഷരങ്ങള് പിന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ ചില വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് അങ്ങനെയുള്ള അക്ഷരം വരുന്ന ഇത് നിങ്ങൾ പറഞ്ഞ ഇതിൽ തന്നെ വന്നിട്ടുണ്ടാവും. അത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ് അടോ അവിടെ പിന്നെ ഇതിൽ 14-ാമത്തെ ആയത്ത് നോക്കി നിങ്ങള്. 14-ാമത്തെ ആയത്ത് എങ്ങനെ നിങ്ങൾ ഓതുന്നത്? മിർസ്വാദ് എന്നാണോ മിർസ്വാദ് എന്നാ ഓതുന്നത്? ഋന്നാണോ ഋന്നാണോ? റ്. എന്തുകൊണ്ടാ? നമ്മളെ നിയമമൊക്കെ തെറ്റിച്ച് കണ്ടങ്ങള്, നമ്മളെ നിയമമൊക്കെ തെറ്റിപ്പോ. അവിടെ റാവിന് സുക്കൂനുണ്ട്, മുമ്പുള്ള അക്ഷരത്തിന് കെസറുണ്ട്, എന്നിട്ടും നമ്മൾ എന്താ റി നല്ല ഓതുന്നത്? ഋന്നാ ഓതുന്നത്. കാരണം ഈ ചങ്ങായിമാരതിന്റെ ശേഷം വരുന്നുണ്ട്. മീർ കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? സ്വാ. സ്വാ ഏതിൽപ്പെട്ടതാണ്? ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ടതാണ്, ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താവണം? മിർ എന്ന് പറയാൻ പാടില്ല, മിർ സ്വാദ്. മിർ സ്വാദ്. കണ്ടോ? ഇനി ഇതിൽ തന്നെ ഇഞ്ഞും ഉണ്ടാവും. എവിടെ എവിടെ ഒന്ന് നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതില്ലേ മിർസ്വാദ്. ഇനി കാണുമ്പോ പറയാം. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഏകദേശം. ഇനി നിങ്ങൾക്ക് ദഹിക്കൂലെന്ന് എനിക്കറിയാം, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഒന്ന് ചുരുക്കി പറയാം. റ എന്ന അക്ഷരത്തിന് 2 ഉച്ചാരണുണ്ട്. 1 തഫീം, 2 തർക്കീം. തഫീം എന്ന് പറഞ്ഞാൽ സ്വരഭാരത്തോടു കൂടി തൊള്ള ബലൂൺ പോലെ നിറച്ച് ഓതുക. ഉദാഹരണമായിട്ട് റ അർ-റഹ്മാൻ. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ സ്വരഭാരം കുറച്ച് ഓതുക. ഉദാഹരണം ഫിരൗനു, പിന്നെ ഖബീർ, അങ്ങനെ ഓതുക. റിഹലത്ത, അങ്ങനെ ഓതുക. തഫീം 5 കാറ്റഗറി ഉണ്ട്, അല്ലേ? ഏതാണത്? റാക്ക് ഫത്തഹ് വരിക, റാക്ക് ലൊമ്മ് വരിക, റാക്ക് സുക്കൂൻ വരിക, മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് വരിക, മറിയം പോലെ, അല്ലേ? പിന്നെ വേറെന്താ നമ്മൾ പറഞ്ഞതിന്? റാക്ക് സുക്കൂൻ വരിക, മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വരിക? ലൊമ്മ് വരിക. ഉദാഹരണം ഖുർആനു, അല്ലേ? 5-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റായിനും സുക്കൂനും, മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന്. ഉദാഹരണം ഖബീർ. യാവ് വരിക, യാവിന് സുക്കൂന്, മുമ്പ് റാവിനും സുക്കൂന്, അങ്ങനെ ആവുമ്പോൾ ഖബീർ. എന്നാൽ
ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് വരും എന്ത്? ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം റാഇന്റെ ശേഷം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതൊക്കെ പൊളിച്ചെയ്തു. മനസ്സിലായോ? അവിടെയൊക്കെ തഫീമായിട്ട് വെച്ചിരിക്കാം. മിർസ്വാദ്, മിർസ്വാദ് എന്നല്ല ഇതാ, മിർസ്വാദ്. വേറെയും കുറെ ഇതുണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവരെ അടുത്ത് നിങ്ങളെ കളിയൊന്നും നടക്കില്ല. ഇവരെന്ത് ചെയ്യണം? ഓൽക്ക് എപ്പോഴും ടോപ്പ് സ്ഥാനം തന്നെയാണ്, അല്ലേ? അവിടെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ, നാട്ടിലും ഇവിടെയൊക്കെ അങ്ങനെയാണ്. യാ ഇതിൽ പെട്ടല്ലോ, യാ ഇതിൽ പെട്ടല്ല. യാ എവിടെ വരണം? റാഇന്റെ മുമ്പ് വരണം. അങ്ങനെയാണെങ്കിൽ തെർക്കീക്ക്. അതിനാണ് നമ്മൾ ഖബീർ എന്ന് പറഞ്ഞ റ് എന്ന സുക്കൂനും യാഇന് സുക്കൂനും വന്നു. ആ റായിന്റെ മുമ്പ് വന്ന് അങ്ങനെ ആവുമ്പോ തെർക്കീക്ക്. ശേഷം വരുന്ന നമ്മളെ ഇതിൽ പെട്ടതല്ല. ശേഷം വരുന്ന പെട്ടതാണ് ആര്? ഇതിൽ പെട്ട ഹസ്ലത്ത് ഖള് എന്നാണ് പറയാ. ഹസ്ലത്ത് ഖള്. അതും ഇതുമായിട്ട് ബന്ധമല്ലല്ലോ. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് റ എന്ന അക്ഷരത്തിന്മേലാണ്. ആ റ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പുള്ള അക്ഷരത്തിലാണ്. ഒരേ ഒരു ഇത് ഫോക്കസ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഏത്? ഈ അക്ഷരങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിയമം ഭേദിക്കും. മനസ്സിലായോ? അത് മതി. അതിന് പിന്നെ ചർച്ച ചെയ്യാം. അത് ഇതുമായിട്ട് ബന്ധമല്ല. ഇതൊന്നും അത് ഇനി ചർച്ച ചെയ്താലേ പോവും. അടക്കട്ടെ. ഓക്കെ, എന്നാ പറഞ്ഞോളി. വൽ ഫജ്ർ. വൽ ഫജ്ർ എന്താ അർത്ഥം? പ്രഭാതം തന്നെ സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെ സത്യം. കഴിഞ്ഞ ആഴ്ച നമ്മള് ഏകദേശം എന്തോ പറഞ്ഞു അല്ലെ. പിന്നെ വശഫ്ഇ, ഇരട്ടകൾ തന്നെയാണ് സത്യം. വൽ വത്ർ, ഒറ്റയും തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. ഇദാ യസ്ർ, അത് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകുമ്പോൾ, കടന്നു പോകുമ്പോൾ. ഹൽ ഫീ ദാലിക, ഹൽ ഫീ ദാലിക, ഈ പറഞ്ഞതിലൊക്കെ. ഏതൊക്കെ പറഞ്ഞത്? എന്തൊക്കെ? പ്രഭാതം, രാവ്, ഒറ്റ, ഇരട്ട, പിന്നെ രാത്രി. ഈ രാത്രി കടന്നു പോവാ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇല്ലയോ അല്ലെങ്കിൽ ഉണ്ടോ? ഖസമുൻ, ഖസമുൻ സത്യമില്ലയോ? ലിദി ഹജർ, ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ പാഠമില്ലേ? സത്യം എന്നാണ് പറഞ്ഞതെങ്കിലും ഈ പറഞ്ഞ സത്യത്തിലൊക്കെ നിങ്ങൾക്ക് പാഠമില്ലയോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. റിവേഴ്സ് എടുക്കാം. ആദ്യം പറഞ്ഞത് എന്തേനു? ഫജ്ർ. പിന്നെ പറഞ്ഞത് എന്താ? രാവ്. പ്രഭാതവും രാവും അല്ലേ? വല്ലൈലി ഇദാ യസ്ർ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പ്രഭാതം പറഞ്ഞു. പ്രഭാതം എന്ന് പറയുന്നത് പ്രകാശം ഇങ്ങനെ നാമ്പിടുന്ന ഒരു ടൈം. രാത്രി എന്ന് അറിയണതോ ആ പ്രകാശം പോയി ഇരുട്ടിങ്ങനെ നാമ്പിടുന്ന ആ സമയം അല്ലേ? അപ്പൊ ഒന്ന് മറ്റേന്റെ അറ്റം. രണ്ട് പിന്നെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പറയും. പിന്നെ അതിന്റെ ഇടയിൽ ഇരട്ടിയും ഒറ്റയും. ശഫ്ഇ വത്ർ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സൃഷ്ടിയായ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ എങ്ങനെ സത്യം ചെയ്യുന്നത്? എന്തിനാണ്? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. എന്താ? ആ സത്യം ചെയ്ത് പറയപ്പെടുന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ട്? ചിന്തിക്കാൻ ഒരുപാട് വകയുണ്ട്, ഒരുപാട് ചിന്താവിഷയങ്ങളുണ്ട്. അപ്പൊ എന്തിനാ ഇപ്പൊ പ്രഭാതം എന്ന് പറഞ്ഞപ്പോ എന്നും ഇങ്ങനെ ഇപ്പൊ ഓരോ പ്രഭാതം കടന്നുകൊണ്ട് ആ പ്രഭാതത്തെ പറ്റി ചിന്തിക്കാനാണ്. രാവുകൾ എന്ന് പറയുമ്പോ എന്നും രാവുകൾ കടന്നു പോണ്ട്, ആ രാവിനെ പറ്റി ചിന്തിക്കാനാണ്. ഒറ്റയും ഇരട്ടിയും അതിനെപ്പറ്റിയും ചിന്തിക്കാൻ. എന്താ അവിടെ ഇരട്ട, ഒറ്റ, ശഫ്ഇ വത്ർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധിക മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് എല്ലാ ജോഡിയായിട്ടുള്ള കാര്യം, അതിനാണ് ഇത് പറയാ ഷഫ്ഇ എന്ന് പറയാം. ജോഡിയായിട്ടുള്ള
കാര്യം. വത്ർ എന്ന് പറയുന്നതോ എല്ലാം ഒറ്റയായിട്ടുള്ള കാര്യം. ഇനി മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളൊക്കെ ജോഡിയാണ്. വത്ർ എന്ന് പറയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഒറ്റയായിട്ടുള്ളത് ആരേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഉദാഹരണം, ഈ ഈ യാഥാർത്ഥ്യം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഉദാഹരണം, ആകാശം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭൂമി, അല്ലെ? സൂര്യൻ, ചന്ദ്രൻ, ആണ്, പെണ്ണ്, രാവ്, പകല്, ഇങ്ങനെ നിങ്ങൾ ഏത് കാര്യം എടുത്താലും അതിനൊരു ജോഡി ഉണ്ടാവും. അങ്ങനത്തെ കാര്യത്തിനാണ് എന്ത് പറയാ? ഷഫ്ഇ എന്ന് പറയുന്നത്. വത്ർ എന്ന് പറയുന്നതോ യഥാർത്ഥത്തിൽ വത്ർ എന്ന് പറയുന്നത് അള്ളാഹുൽ വാഹിദുൽ ഏകനായ അള്ളാഹുവാണ് എന്നതാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. അതിനെന്താ അവര് തെളിവ് പറയുന്നത്? ഇന്നല്ലാഹു വത്ർ, അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വത്ര, ഒറ്റയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഒരു ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പറയുന്നത്. അവിടെ വത്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ്. നോക്കി നിങ്ങള്, ഇവിടെ നമ്മെ പഠിപ്പിക്കണ ഈ ജോഡിയായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ഏതാ ജോഡി? ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ജോഡിയാണ്. നിങ്ങളൊരു ബുക്ക് സ്റ്റാളിലേക്ക് കടന്നു വന്ന വളരെ കൃത്യമായി അവിടെ ഓരോ പുസ്തകവും ഇങ്ങനെ അട്ടിവെച്ച് കാണാം, അല്ലേ? ആ അട്ടിവെച്ച പുസ്തകം വളരെ ക്രമമായി, തനാസുക്ക് എന്ന് പറയും അറബിയിൽ, വളരെ കൃത്യത്തിൽ ഇങ്ങനെ അടുക്കായി വെച്ച ആ പുസ്തകം കാണുമ്പോൾ ആ ലൈബ്രറിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഇതൊക്കെ ഇങ്ങനെ അട്ടിവെച്ച, അടുക്കടുക്കായി വെച്ച ഒരു ലൈബ്രറിയൻ ഏടുണ്ട്, ആ ലൈബ്രറിയിലുണ്ടെന്ന് മനസ്സിലാവും, അല്ലേ? നമ്മളെ പോലത്തെ പോയാൽ എന്താ, ഒന്ന് വരച്ച് അവിടെ ഇടും, ഒന്ന് വരച്ച് ഇങ്ങോട്ടിടും, അങ്ങോട്ടിടും. ഇതൊക്കെ അടുക്കടുക്കായി ഇങ്ങനെ കാണുന്ന ഒരു ലൈബ്രറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു നല്ല നിപുണനായ ലൈബ്രറിയൻ ഉണ്ട് എന്ന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചം എന്ന് നമ്മൾ സൂര്യങ്ങനെ, ആ സൂര്യന്റെ വെളിച്ചം കിട്ടുന്നു, പിന്നെ കിട്ടാതാവണ്, അല്ലേ? രാത്രി ചന്ദ്രൻ വരുന്നു, ചന്ദ്രന്റെ വെളിച്ചം കിട്ടുന്നു, കിട്ടാതാവണ്. നേരം പുലരുന്നു, ഫജ്ർ വരുന്നു, രാത്രിയാവണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാണ്. രാവും പകലും പ്രഭാതവും സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും നമ്മൾ കാണുന്നതും കാണാത്തതുമായ വളരെ കൃത്യമായി ഒരു ബുക്ക് സ്റ്റാൾ, ഒരു ലൈബ്രറിയിൽ പുസ്തകം മട്ടിവെച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി ഇങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, സഞ്ചരിക്കുന്ന ഒക്കെ കൃത്യത്തിലാ. എങ്ങാനും ക്രമം തെറ്റിയാൽ എന്താവും? അവിടെ ലോകാവസാനം ഉണ്ടാവും, അല്ലേ? അപ്പം ആ ഒരു കാര്യം എന്തിൽ പഠിപ്പിക്കേണ്ട? വൽ ഫജ്ർ വലയാലിൻ നശ്ർ വശഫ്ഇ വൽ വത്ർ. ആ ഷഫ്ഇ വത്ർ എന്ന കാര്യത്തിൽ ആ കൃത്യത അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നുണ്ട് എന്നുള്ള. അപ്പം ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം മനസ്സിലാക്കാനും അങ്ങനെ അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹു മഹാനാണെന്ന് മനസ്സിലാക്കാനുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങള്, പിന്നെ അള്ളാഹ് ഒരു കാര്യം സത്യം ചെയ്താൽ അതിലൊരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവും. ആ ചിലത് നമുക്ക് മനസ്സിലാവും, ചിലത് നമുക്ക് മനസ്സിലാവൂല്ല, അല്ലേ? അതേപോലെ അപ്പൊ ഷഫ്ഇ വത്ർ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ എന്തിൽ പെട്ടു? ഷഫ്ഇ വത്ർ എന്ന് പറഞ്ഞതിൽ പെട്ടു, അല്ലേ? ആ ഷഫ്ഇൽ പെട്ടു. ആലോചിച്ച് നോക്കുങ്ങള്, ഷഫ്ഇൽ പെടാത്ത ഒന്നും ഇല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചം എന്നുള്ളതിന്റെ മറ്റൊരു ഭാഷ ഉപയോഗിച്ചു എന്നതാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, മാ മിൻ ഷൈഇൻ ഇല്ലാ വഹുവ ദാഖിലുൻ ഫി ഷഫ്ഇ ഔ വത്ർ. ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം തന്നെ ഇല്ല, അത് ഒന്നിക്കൽ ഷഫ്ഇ എന്ന ഗണത്തിലോ അല്ലെങ്കിൽ വത്ർ എന്ന ഗണത്തിലോ ഉൾപ്പെടാതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതകരമായ സൃഷ്ടിക്രമം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ലൈബ്രറി പോലെ ആ സൃഷ്ടിക്രമത്തിലേക്ക് നോക്കിയാല് നമുക്കിത് കാണാൻ പറ്റും. എന്തിനാണ് ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരുന്നത്? ആ അള്ളാഹുവിൽ നമുക്ക് വിശ്വസിക്കാനാണ് എന്നുള്ളത്. ഒരു ഉദാഹരണം, ഒരു ഇത് നോക്കി നിങ്ങള്, ഈ ഒക്കെ ഇങ്ങനെ കൃത്യമായി ക്രമത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതെങ്ങാനും ഇപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു മണിക്കൂറിൽ എത്ര കറങ്ങണത്?
1670 അല്ലേ? 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അത് അതിന്റെ സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതോ പിന്നെ സൂര്യന് ചുറ്റുമോ 1,07,000 ആണോ 70,000 ആണോ എനിക്കറിയില്ല. ഓക്കെ, അതിലപ്പുറം അത്രയും കിലോമീറ്റർ അങ്ങനെയും അത് സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ചു നിങ്ങള്, ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണ ഈ ഭൂമി അതെങ്ങാനും അതിന്റെ സഞ്ചാരത്തിന് അതിന്റെ ആ ബാലൻസിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ, അതല്ലെങ്കിൽ ആ സൂര്യൻ ഇങ്ങനെ കറങ്ങണോടത്തുനിന്ന് ആ ഉള്ള സ്ഥാനത്ത് നിന്ന് ഒരു അല്പം ഇങ്ങോട്ട് തെറ്റിയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ആ സൂര്യൻ കുറച്ചുകൂടെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? ചുട്ടിട്ട് നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല, വെണ്ണീരായിട്ടുണ്ടാവും അല്ലേ? ഇനി ആ സൂര്യൻ ഉള്ള സ്ഥലത്ത് നിന്ന് അകന്നു പോയാലോ ഐസ് കട്ടയായി അപ്പോൾ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പൊ പഠിച്ചോന്റെ ആ കൃത്യത നോക്കി നിങ്ങള് അല്ലേ? ലൈബ്രറിയിലെ ബുക്ക് കൃത്യമായി വെച്ചതുപോലെ, ഒരു ഓട്ടയില്ലാതെ വളരെ കൃത്യമായി വെച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യം, സൂര്യനും ചന്ദ്രനും ഒക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, ഭൂമി നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിയാലും ഈ ഒരു ക്രമം, ഈ ഒരു തവാസുൻ, ഈ ഒരു സന്തുലിതാവസ്ഥ അല്ലേ, ഈ ഒരു വ്യവസ്ഥ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് വശഫ് വൽ വത്ർ എന്നതിലുള്ള മറ്റൊരു പാഠം എന്നുള്ളത്. ഇനി നോക്കി നിങ്ങള്, എന്നിട്ട് അള്ളാഹ് പറയുന്നത് വല്ലൈലി ഇതാ യസ്ർ. എന്താ യസ്ർ എന്ന് പറഞ്ഞ പദം? യസ്ർ സഞ്ചരിക്ക എന്നുള്ളതിന് യജ്രി എന്ന് പറഞ്ഞാ പോരെ? യജ്രി സഞ്ചരിക്കല്ലേ ആണ്. എന്താ യസ്രി പറഞ്ഞത്? യസ്രി വ്യത്യാസമുണ്ട്. ജറ യജ്രി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ സഞ്ചരിക്കണേന് എന്ത് പറയും? ജറ യജ്രി അല്ലേ? മനുഷ്യൻ കാൽനടയായി സഞ്ചരിക്കണേന് എന്താ പറയാ? യംഷി. യംഷി എന്ന് പറയല്ലേ? യംഷി, കാൽനടയായി സഞ്ചരിക്കുക. വാഹനത്തിൽ സഞ്ചരിക്കണേന് എന്താ പറയാ? യർക്കബു അല്ലെ? വാഹനത്തിൽ സഞ്ചരിക്കുക. ഇനിയോ ഇങ്ങനെ ഒരുപാട് പദം അറബി ഭാഷയിൽ തന്നെ ഓരോ സഞ്ചാരത്തിനും വ്യത്യാസമുണ്ട് അല്ലേ? എന്നാൽ ഇവിടെ രാത്രി സഞ്ചരിക്കുന്നതിനെ പറ്റി അല്ലാഹു തആല ഉപയോഗിച്ച പദം യസ്രി. എവിടെയാണ് ആ പദത്തിന്റെ മറ്റൊരു ഭാഗം, മറ്റൊരു മുസ്തക്ക് വന്നിട്ടുള്ളത്? എവിടെ അറിയാം നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കത്ത് നിന്ന് ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്ത് അല്ലാഹു തആല ആദ്യം സൂറത്ത് ഇസ്രായിൽ പറയുന്ന ഒന്നാമത്തെ ആയത്ത് ഏതേനു? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഒന്നാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു ഉപയോഗിച്ചത് അസ്റാ, അല്ലാഹു തആല രാത്രി കൊണ്ടുപോയി. അപ്പൊ രാത്രി സഞ്ചരിക്കണേനാണ് എന്ത് പറയാ? യസ്രി. നിങ്ങള് ഖുർആനിന്റെ ആ ഭാഷ എത്ര ഫിറ്റാണ് അള്ളാഹ് ഉപയോഗിച്ച പദം. യജിരി ഉപയോഗിച്ചില്ല, യംഷി ഉപയോഗിച്ചില്ല. നമ്മളിപ്പോ അറബി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ ഈ അറബിന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അള്ളാഹ് ഉപയോഗിച്ച പദം രാത്രി, യസ്രി. അത് രാത്രിയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ആ രാത്രി പോകുന്നതിനാണ് എന്ത് പറയുന്നത്? കൈ കടന്നു പോകുന്നതിനാണ് എന്ത് പറയുന്നത്? യസ്രി. അവിടെ പിന്നെ ഒരു യാ ഉണ്ടായിരുന്നു എന്നാ. ആ യാ ഇവിടെ പോയി? നിങ്ങൾ ഖുറാനിലെ യാ കാണുന്നുണ്ടോ? റിയല്ല നിങ്ങൾ കാണുള്ളൂ. അവിടെ ഒരു യാവും കൂടി ഉണ്ട്. എന്തിനെ യാഇന് അവിടെ കളഞ്ഞു പോയത്? അതാണ് ഖുർആനിന്റെ ബലാഗാശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഓരോന്നും നോക്കി, ഫജ്ര്, അശ്ർ, വത്ർ, യസ്ർ. ആ യാ ഉണ്ടാവുമ്പോ അവിടെ പ്രാസൊപ്പിക്കാൻ പറ്റില്ല. അപ്പൊ യാഇനെ ക്യാൻസൽ ചെയ്ത. യഥാർത്ഥത്തിൽ അവിടെ എന്തുണ്ട്? ഒരു യാ ഉണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്കത്? അതാണ് അതിന്റെ ഭാഷാശാസ്ത്രം. ഇനി തിരിച്ചു വരാം. വല്ലൈലി എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി. പിന്നെ യസ്രി എന്താ? രാത്രി അത് കടന്നു പോകുമ്പോൾ ആ രാത്രിയെ തന്നെ സത്യം. ഒന്ന്, രാത്രി ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ, ഒരാൾ കടന്നു പോകുന്ന പോലെ ഇങ്ങനെ കടന്നു പോവാൻ. രണ്ട്, അതിങ്ങനെ ചുരുങ്ങി പോവാണ് അല്ലെ? രാത്രി ഇങ്ങനെ ഓരോ നിമിഷം കഴിയും തോറും എന്താണ്? ചുരുങ്ങി പോവാണ്. ആ അർത്ഥത്തിനും യസ്രി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ രാത്രി എന്ന് പറയുന്നത് ഇരുട്ട് തുടങ്ങുന്നതാണ്. പിന്നെ അല്പാൽപമായി ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ എന്ത് വരും? പ്രഭാതം വരും. ഈ ഒരു പാഠത്തിൽ നമുക്കൊരുപാട്, ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരുപാട് പാടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഇപ്പൊ രാത്രിയെ പറ്റി നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രാത്രി ഇങ്ങനെ ഓരോ മിനിറ്റും ഇങ്ങനെ കടന്ന് പോയി പിന്നെന്താ വരുന്നത്? ഫജ്ർ വരികയാണ് അല്ലേ?
ഫജ്ർ അങ്ങനെ പകൽ കടന്നു പോയി പിന്നെ എന്ത് വരികയാണ് രാത്രി വരികയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ, ഈ ഒരു നിലാമ്, ഈ ഒരു വ്യവസ്ഥ, അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ ആയുസ്സും അങ്ങനെ തന്നെയാണ്. ഈ കടന്നു പോയ രാത്രിയെ നിക്കടാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുണ്ടോ? ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് ഇവിടെ, ആലോചിച്ച് നിങ്ങള്. എത്ര വലിയ പടുക്കളുണ്ട് ഈ ദുനിയാവില്. ഓൽക്ക് ആർക്കെങ്കിലും അള്ളാന്റെ രാത്രി പോണമെന്ന് പിടിച്ചേക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇനി നേരം വെളുക്കണ്ട, അവിടെ നിക്ക് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് കഴിഞ്ഞോ? ഇല്ല. ഇതേപോലെ മനുഷ്യ, നിന്റെ ജീവിതം സെക്കൻഡുകളും നിമിഷങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി ഇങ്ങനെ കടന്നു പോകും. പിടിച്ചു വെക്കാൻ എനിക്ക് സാധിക്കൂല എന്ന വലിയൊരു പാടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ശ്വസിച്ച ശ്വാസം കഴിഞ്ഞു, ഇനി എന്റെ ദീക്ക് വരുമോ? കഴിഞ്ഞു പോയി, എനിക്ക് പിടിച്ചേക്കാൻ കഴിയൂല. മനുഷ്യ, ഇതേപോലെയാണ് നിന്റെ ജീവിതം. അപ്പം രാത്രിയും പകലും ഫജ്റും നഹാറും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നിങ്ങൾക്കൊരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത, തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് ഈ രാവും പകലും എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ നിങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. നോക്കി നിങ്ങള്, ഓരോ മനുഷ്യന്റെയും ആയുസ് എന്താണ്? ആദ്യം ബാല്യകാലം, തുഫൂലത്ത് എന്നറിയും. പിന്നെന്തു പറയും? അങ്ങനെ വളർന്നു വന്ന് യുവത്വം വരും, പിന്നെ വാർദ്ധക്യകാലം വരും, പിന്നെ ഇതൊക്കെ സ്പീഡിൽ അങ്ങ് കടന്നു പോകും ഓരോ. അല്ലേ? എത്ര എളുപ്പമായി എനിക്കൊക്കെ 60 വയസ്സായി. ഞാൻ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കൊയ്ത്ത് വന്നിട്ടുള്ളേ. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പോഴും യുവാവാന്ന് എന്റെ വിചാരം. പക്ഷെ കടന്നുപോയത് എത്ര? 60 വർഷക്കാലം കടന്നുപോയി. അല്ലേ? നിങ്ങൾക്ക് 40 ഉണ്ടാവും, 50 ഉണ്ടാവും, 25 ഉണ്ടാവും, 30 ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുങ്ങളില്ലേ? അല്ലേ? ഒക്കെ കടന്നുപോയി. വരുന്നില്ലല്ലോ ഇത്. അല്ലേ? എത്ര എളുപ്പാത് കടന്നുപോയത്. ഈ രാത്രി കടന്നു പോകുന്നേക്കാൾ സ്പീഡിലാണ് എന്റെ ആയുസ് കടന്നുപോയതെന്ന് തോന്നും. ആലോചിച്ച് നോക്കി നിങ്ങള്. അല്ലേ? അപ്പൊ അത് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ രാത്രിയെയും പകലിനെയും തടഞ്ഞു നിർത്താൻ സാധിക്കാത്തതുപോലെ നിന്റെ ഒരു നിമിഷത്തെ പോലും പിടിച്ചു വെക്കാൻ നിനക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൃഷ്ടാന്തങ്ങളുടെ, ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുടെ ഈ ആയുസ്സൊക്കെ പിടിച്ചു വെക്കണ ആ സൃഷ്ടാവിനെ മനസ്സിലാക്കണം. ആ സൃഷ്ടാവിന്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? അതുകൊണ്ടാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിക്കും അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഒരു തുറന്ന പുസ്തകമാണ്, ഒരു ഓപ്പൺ പുസ്തകമാണ്, ബുക്കാണ്. അതിലെന്തുണ്ട്? ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഓരോന്നിൽ കടന്നു പോയാലും ചിന്തിച്ചാൽ റബ്ബിനെ ഇങ്ങനെ ഒരു കാണും. നമ്മള് കണ്ണോട് കാണുന്ന പോലെ ഒരു കാണും മനസ്സിൽ. ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ ശരിക്കും നമ്മൾ ചിന്തിക്കണം. അതിനാണ് ഈ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ നശ്ർ അതിങ്ങനെ കാണാൻ പഠിക്കാൻ മാത്രമല്ല, അല്ലേ? അതിങ്ങനെ ഓതാനല്ല, ഓതിയാ കൂലി കിട്ടും. അതിലപ്പുറം മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ല പറഞ്ഞതുപോലെ തഫക്കുറു സഅ ഖൈറും മിൻ ഖിയാമിൽ ലൈൽ. ഹസൻ ബസരി റഹ്മഹുല്ല മഹാ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, എന്താ? ഒരു നിമിഷത്തെ ചിന്ത ഒരു ഖിയാമുൽ ലൈലിനേക്കാൾ എന്താണ്? ഉത്തമമാണ് എന്ന് അദ്ദേഹം പറയും. അതേപോലെ ചിന്തിക്കണം. ആ ചിന്തിക്കുമ്പോ പടച്ചോനെ നേരിട്ടിട്ട് കാണുമ്പോൾ അപ്പൊ നിങ്ങളോട് സുബഹിസ്കരിക്കാൻ ഒരാളും പറയണ്ട, പോവാം, ഓട്ടോമാറ്റിക് ആയി നിങ്ങൾ മുന്നിലെത്തും. അല്ലേ? എന്താ ഞാനൊക്കെ ബാക്കിലും ഇങ്ങനെ നിൽക്കാൻ കാരണം? എന്താ? ചിന്തല്ല, റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. റബ്ബുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല ഞാനിങ്ങളും. അതുകൊണ്ടാ അല്ലേ നമ്മൾ അതുകൊണ്ടാ തഹജ്ജുദ് നിസ്കരിക്കാത്ത. ഞാനെങ്ങാനും റബ്ബിനെ മനസ്സിലാക്കേണ്ട വിധം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ തഹജ്ജുദ് നമ്മളായിട്ട് എണീക്കും. എത്ര ക്ഷീണുണ്ടെങ്കിലും റബ്ബിനെ അറിയണം, റബ്ബിനെ മാരിഫത്ത് വേണം. റബ്ബിനെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് ശരിക്കും നമുക്കതിന് സാധിക്കാത്തത്. അപ്പൊ അള്ളാഹ് ഇതിലൂടെയൊക്കെ നമ്മൾ ഉണർത്തുന്നത് ആയുസ് നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ്. മഹാനായ ഒരു കവി പറഞ്ഞതുപോലെ ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. മനുഷ്യന്റെ ഹൃദയമിടിപ്പുകള് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ ജീവിതം നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വൽ ഫജ്ർ വലയാലിൻ നശ്ർ വശഫി വൽ വത്ർ വല്ലൈലി ഇദാ അസ്ർ ഇതുപോലുള്ള കാര്യങ്ങള് നമ്മെ പഠിപ്പിക്കണം. മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാ പറയുന്ന കാണാം, യാ ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാം. ഓ മനുഷ്യ, നീ എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. കുറച്ച് ദിവസങ്ങൾ കൂട്ടിയതാണെങ്കിൽ, അല്ലേ?
കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദ്. നിന്റെ ഒരു ദിവസം കടന്നു പോയാൽ നിന്റെ ഒരു ഭാഗം ആ ചെത്തിപ്പോയി എന്നാ, നിന്റെ ഭാഗം കടന്നു പോയി തിരിച്ചു കിട്ടൂല എന്നുള്ളതാ. ആലോചിച്ചു നോക്കുങ്ങള്. നബി സല്ലല്ലാഹു എന്തിനാ അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സ്വർഗം കൊടുക്കാന്ന് പഠിച്ചവൻ പറഞ്ഞിട്ട് അല്ലേ, ചെയ്ത കഴിഞ്ഞു പോയ പാപങ്ങളും വരാനുള്ള പാപങ്ങളും നബിയെ താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പടച്ചവൻ ഓഫർ ചെയ്തിട്ട് ആ പ്രവാചകൻ രാത്രി എണീറ്റ് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണം അല്ലേ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം. ആയിഷാ ബീബി ചോദിച്ചില്ലേ, എന്താ ചോദിച്ചത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാലിന് നീര് വരുന്നത്തക്ക വണ്ണം ഇങ്ങനെ എണീറ്റ് നിസ്കരിക്കണത് നബിയെ? താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തില്ലേ, പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാവണേ എന്ന് ചോദിച്ചപ്പം പിന്നെ എന്താ പറയുന്നത് ആയിഷാ ബീബിയോട്? അഫല അകൂനു അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമ ആവണ്ട ആയിഷ ഞാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ ആ തഹജ്ജുദ് നമസ്കാരം അല്ലേ, എന്തുകൊണ്ടാണ് ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി റബ്ബിനെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്കേ അതിന് സാധിക്കുള്ളൂ. നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല വെച്ചാൽ നമ്മൾ പഠിച്ചവനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ കാനേശ് കുമാരി മുസ്ലിമാണ് ഞാനും നിങ്ങളൊക്കെ അല്ലേ, കാനേശ് കുമാരിയാണ്. ആ മുസ്ലിം ഗണത്തിൽ നമ്മളെ പേരുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൽക്കർമ്മത്തിൽ നിന്ന് ഞാൻ നിങ്ങളും പിന്നോട്ടടിക്കുന്നുണ്ട് എന്ന് എന്റെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക എവിടെയോ തകരാറ് വന്നതിന് പഠിച്ചവന് വേണ്ടി തൗഹീദ് മനസ്സിലാക്കുന്നിടത്ത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ, ഇത് അള്ളാനോട് മുനാജാത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാം. അമ്പിയാക്കളുടെ ഒക്കെ പാഠശാലയാണ് യഥാർത്ഥത്തിൽ രാത്രി. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരൊക്കെ റബ്ബിനോട് മുനാജാത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല സമയത രാവുകളിലാണ്. പകലുള്ളതിനേക്കാൾ രാത്രിയിൽ ഒഴിഞ്ഞിരുന്ന റബ്ബിനോട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആര്? പ്രവാചകന്മാരായ പ്രവാചകന്മാർ. നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം അല്ലേ, മകനായ യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടു. ആര് പിന്നെ നഷ്ടപ്പെട്ടാരാ? ബിന്യാമീനും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞ് കണ്ണ് വെള്ളയായി. പക്ഷേ അപ്പോഴും എന്തു പോയില്ല? പ്രതീക്ഷ പോയില്ല. ദുഃഖം മനുഷ്യനുണ്ടാവും. ഏത് ദുഃഖം വന്നാലും റബ്ബിലുള്ള പ്രതീക്ഷ പോയില്ല. പടച്ചോൻ എനിക്ക് തിരിച്ചു തരും അല്ലേ, ആ പ്രതീക്ഷ. അങ്ങനെ ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട സമയത്താ തഹജ്ജുദിന്റെ സമയത്താണ് അല്ലേ, തഹജ്ജുദിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ യാക്കൂബ് നബി അലൈഹി സ്വലാം ഒഴിഞ്ഞിരുന്നു കൊണ്ടാണ് റബ്ബിനോട് ഇക്കാര്യം പറയുന്നത്. ഒഴിഞ്ഞിരുന്നു കൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അല്ലേ. രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോഴും അങ്ങനെ ഓരോരോ ദിവസം കടന്നുപോയി എന്നുള്ളതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ, അവരൊക്കെ ഈ രാവുകളെ വല്ലൈലി ഇദാ യസ്ർ അതിനവർ ഉപയോഗിച്ചിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ പിന്നെ നമസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം. എന്താ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നിസ്കാരം എന്ന് പറയുന്നത്? ആ രാത്രി പിന്നെ മുഴുക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്? നമസ്കാരത്തിലും പ്രാർത്ഥനയിലും. നോമ്പുണ്ട്. അതേപോലെ മറ്റൊരു രീതിയിലുള്ളത് നമസ്കാരം, സ്വലാത്ത് എന്ന പദം തന്നെ ഉപയോഗിച്ച് കാണാം. ദാവൂദ് നബിയെ നോമ്പാണ് നമ്മൾ പറയണതെങ്കിലും ആ നോമ്പോടൊപ്പം എന്തുണ്ട്? വെറും നോമ്പ് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിനേക്കാൾ പ്രധാനമാണ് എന്ത്? അഞ്ചാരുള്ള കാര്യമാണ് ഇത്. അന്നത്തെ കാലം അഞ്ചാവൂല അല്ലേ, ഓരോന്നും പ്രത്യേകത ഉണ്ട്. പക്ഷെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പറ്റി നമ്മളൊക്കെ പഠിക്കാറുള്ളത് എന്താണ്? നോമ്പാണെങ്കിലും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആ പ്രാർത്ഥന, നമസ്കാരം എന്ന ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും അല്ലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ദുനിയാവിലൊരു മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന വിഷയം വരുമ്പോ പ്രവാചകൻ ആദ്യം എന്താ ചെയ്യുക? വേഗം ഒന്നുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? എന്താ ചെയ്യാ? നിസ്കാരത്തിനാണ് തുരിയുന്ന. നോക്കി നിങ്ങള്. അപ്പൊ ഇതൊക്കെ ഏതിലാണ്? രാവിലാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ. പിന്നെ എന്നിട്ട് അള്ളാഹ് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട്. ഹൽ ഫീ ദാലിക എന്താണ്? ഖസമുൽ. ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളില്ലേ? ഈ കസം ആയി പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വകുപ്പില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? വകുപ്പുണ്ട്. അള്ളാഹ് ഇവിടെ ഉപയോഗിച്ച പദം ഏതാ? ഹിജ്ർ അല്ലേ. നിങ്ങൾ ഹിജ്ർ ഇസ്മായിലൊക്കെ കേട്ടില്ലേ? എന്താണ് ഹിജ്ർ ഇസ്മായിൽ? ഹിജ്ർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? ഹജർ കല്ല്. ഹജർ കല്ല്. അത്
ഹി ആയാലോ അത് ഹിജറ. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഹ ഇങ്ങനെ തലക്കെട്ടുള്ളത് അത് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഹജർ, ഹെജർ, ഹിജറ വ്യത്യാസമുണ്ട്. ഇനി എന്തെങ്കിലും സംശയം? അപ്പോ ഹജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കല്ല്. ഹെജർ എന്ന് പറഞ്ഞാലോ ഹജറുൽ അസ്വദ് കേട്ടിട്ടുണ്ടാവും അവിടെ. ഹെജറു ഇസ്മായിൽ കേട്ടിട്ടുണ്ടാവും. എന്താ വ്യത്യാസം? ഹിജർ ഇസ്മായിൽ എന്താ അങ്ങനെ വളഞ്ഞ് കെട്ടിവെച്ചിട്ടുണ്ടാവും, തടഞ്ഞു വെച്ചതാ. അതാണ് ഹിജർ, തടഞ്ഞു വെക്കുക. അപ്പൊ ശരിക്കും അതിന്റെ അർത്ഥം തടഞ്ഞു വെക്കുക. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട, തടഞ്ഞു വെക്കുക. വേലി കെട്ടി തടഞ്ഞു വെക്കുക, അതാണ് ഹിജർ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിക്ക് ഉപയോഗിച്ച പദമാണ് ഇത് ഹിജർ. അല്ലേ? ആ ബുദ്ധി എന്താ ചെയ്യണത്? ബുദ്ധി എന്താ ശരിക്കും ചെയ്യണത്? മനുഷ്യന് വേണ്ടാത്ത ബാത്തിലായ ഹറാമായ കാര്യങ്ങൾ വേണ്ടാത്തതിൽ നിന്ന് ആ ബുദ്ധി ഓനെ തടഞ്ഞു വെക്കാണ്. മനസ്സിലാണ്ടോ? നമ്മളെ ബുദ്ധി കൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? അനാവശ്യമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആ അനാവശ്യത്തിൽ നിന്ന് എന്റെ ബുദ്ധി എന്നെ തടഞ്ഞു വെക്കുക. അങ്ങനെയാണ് ആ പേര് വന്നത്. എന്നിട്ട് അള്ളാഹ് പറയാ എന്താ? ഹൽ ഫീ ദാലിക ഖസമുല്ലദി ഹജർ. ഹജർ എന്നാണ് പറഞ്ഞത്, അല്ല ഹെജർ. പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യന്റെ ബുദ്ധിക്കാണ് ഇവിടെ എന്ത് പറയണത്? ഹിജർ. വിശുദ്ധ ഖുർആൻ ബുദ്ധിക്ക് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? അക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഹിജർ ഉപയോഗിച്ചിട്ടുണ്ട്, ഉലുൽ അൽബാബ് ലുബ് ഉപയോഗിച്ചിട്ടുണ്ട്. അൽബാബ് എന്ന് കേട്ടില്ലേ? ഉലുൽ അൽബാബ് കേട്ടില്ലേ? അല്ലേ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. അവിടെയും ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ലുബ് അറിയണ എന്താ? തേങ്ങന്റെ കാമ്പ് കണ്ടില്ല നിങ്ങള്? ആ കാമ്പുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ബുദ്ധിയിൽ തലച്ചോറിനകത്ത് എന്തേ ഉള്ളോ എന്നർത്ഥം. ഹെജർ തടഞ്ഞു വെക്കുക. അതിന്റെ പണിയാണ്, ഡ്യൂട്ടിയാണ്. ബുദ്ധിയുടെ പണിയാണ് ഇത് തടഞ്ഞു വെക്കുക. ഇനി നിങ്ങൾ നോക്കി, ഹൽ ഫീ ദാലിക ഖസമുല്ലദി ഹിജർ എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ട്. അപ്പൊ ബുദ്ധി ഒരു മനുഷ്യന് വഴികേടിൽ നിന്ന് അഥവാ വലാലത്തിൽ നിന്ന് തടഞ്ഞു വെക്കണം. ഏതുപോലെ പിന്നെ ഹിജർ എന്നതിന് മറ്റൊരർത്ഥമുണ്ട്. പിന്നെ മടിത്തട്ട്, അല്ലേ? ഒരു ഉമ്മ കുഞ്ഞിനെ മടിത്തട്ടിൽ നിന്ന് ആ മടിത്തട്ടിൽ സംരക്ഷിക്കുന്നത് പോലെ ആ ബുദ്ധി മനുഷ്യനെ അപകടത്തിൽ നിന്ന് എന്ത് ചെയ്യും? തടഞ്ഞു വെക്കും. ശരിക്ക് ബുദ്ധിന്റെ ജോലി എന്താ? ഡ്യൂട്ടി എന്താ? ഒരു അപകട കുണ്ടുണ്ട്, ഞാൻ ഇങ്ങനെ നടന്നു പോയ ബുദ്ധിയുള്ള ഒരാള് ഇല്ല. ബുദ്ധി ഇല്ലെങ്കിൽ എന്തോ ചിരിച്ചുകൊണ്ട് ഞാൻ അയക്ക്. ഇവിടെ ഇങ്ങനെ വിളക്കെത്തുണ്ട്. നമ്മളെ ചില കുട്ടികളുണ്ടാവില്ലേ, ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ, എന്താ നിങ്ങൾ പറയലേ? മഫോ. ഓട്ടിസം ഒക്കെ വായിച്ച്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തല്ല കേട്ടോ. അത് പഠിക്കേണ്ട ഒരു പാടാ. ഓട്ടിസം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെന്താ മനസ്സിലാക്കിയ? ഓട്ടിസം നമ്മൾ കാണുമ്പോൾ ബുദ്ധി ഇല്ലാന്ന് നമുക്ക് തോന്നും. ബുദ്ധി ഓവറായതാ. ഐക്യൂന് അല്ലാഹു തആല ഒരു പിന്നെ ക്രമം തന്നിട്ടുണ്ട്. ആ ക്രമം അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത പലതും ആ ബുദ്ധി കൊണ്ടറിയും. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഓട്ടിസം ബാധിച്ചവരാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ബുദ്ധിയില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. നമുക്ക് കാണുമ്പോൾ ബുദ്ധിയില്ലാത്ത മഫ് തോന്നും. പക്ഷേ ഓട്ടിസം ബാധിച്ച സ്കൂളിൽ നിന്നൊക്കെ ഒഴിവാക്കിയവരാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായി മാറിയത്. കാരണം ഈ ഓട്ടിസം ബാധിച്ചവർക്ക് വലിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ടുള്ള ചില സ്കൂളുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട്. ഇന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്തിന് പിന്നെ പഠിച്ച് ഉയർന്ന വലിയ കണ്ടെത്തലുകളൊക്കെ കണ്ടത്. അവര് ബുദ്ധി ഉപയോഗിച്ചിട്ടാ. അത് ആരാന്ന പേരൊന്നും പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമ്മളെ വിഷയമല്ല. എന്തിനാ ഇപ്പൊ ഞാൻ അവിടേക്ക് കാട് കയറിയത്? എന്തിപ്പോ കാരണം? ബുദ്ധി ഓട്ടിസം പറഞ്ഞപ്പോ. അപ്പൊ ഹിജർ എന്ന് പറയുന്നത് മറ്റൊരർത്ഥം ഉമ്മന്റെ മടിത്തട്ട്, അല്ലേ? ആ മടിത്തട്ടിൽ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതേപോലെ ബുദ്ധി എന്ത് ചെയ്യും? മനുഷ്യനെ സംരക്ഷിക്കണം. നമ്മൾ ആ വിളക്ക് പിടിക്കാൻ പോയ കുട്ടീനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അല്ലേ? ആ കുട്ടി പിന്നെ വിളക്ക് പിടിക്കാൻ പോകുമ്പോ പിന്നെ മഫാണെങ്കിൽ അത് പിടിക്കും. ബുദ്ധിയില്ലോ അത് പിടിക്കൂല. സമയമോ? ബുദ്ധിയില്ലോ പിടിക്കൂല. സമയം നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അതാണ് ബുദ്ധി. അതുകൊണ്ട് അല്ലാഹു തആല അഖലിന് എന്ത് ഉപയോഗിച്ചത്? ബുദ്ധി എന്നും വിവേകം എന്നൊക്കെ അർത്ഥമുള്ള ഹിജർ എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അപകടത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തും. പിന്നെ
നന്മ ഏതാണ്? നമ്മളിപ്പോ സാധാരണ ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വേഗം ഓടുക എന്താ? ബുദ്ധിയുള്ളവന് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ പറ്റും. അത് മാത്രമല്ല ബുദ്ധി എന്ന് പറയുന്നത്. മറിച്ച് എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവനെ വേണ്ടാത്ത ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്നതിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വഴികേടിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാൻ ആ ബുദ്ധിക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനി ബുദ്ധി എന്ന് പറയുമ്പോൾ കുറെ അറിവ് ഇങ്ങനെ ശേഖരിക്കലല്ല, അതാ ബുദ്ധി? അതൊന്നുമല്ല. അറിവിന്റെ ആധിക്യത്തിന് ബുദ്ധി എന്ന് പറയില്ല. ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽബിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രകാശമാണ് യഥാർത്ഥത്തിൽ. ആ പ്രകാശം കൊണ്ട് അവന് സത്യം ഏതാണ് അസത്യം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള. അപ്പൊ നോക്കി നിങ്ങള്, അള്ളാഹു തആല എന്തൊക്കെയാ ഇപ്പൊ സത്യം ചെയ്തു പറഞ്ഞത്? ഫജ്ർ, 10 രാവുകള്, ശഫ്അ, വതർ, രാത്രി, ഇതൊക്കെ നമ്മെ പഠിപ്പിക്കണം. അള്ളാന്റെ കുദ്റത്ത് പഠിപ്പിക്കുക. അള്ളാഹ് എത്രമാത്രം മഹാനാണ്, എത്രമാത്രം കഴിവുള്ളവനാണ്. നിങ്ങൾക്കൊരു ഗ്രാഫ് വരച്ചിട്ട് അള്ളാഹുവിന്റെ കുദ്റത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവനക്കും ബുദ്ധിക്കും അപ്പുറമാണ് അള്ളാഹുവിന്റെ കഴിവ് അല്ലേ? അപ്പൊ ആ കഴിവ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ഏകത്വം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ആലോചിക്കും നിങ്ങൾ, ഒരാള് ഒരു വലിയ കൊട്ടാരത്തിലേക്ക് കടന്നില്ലാണ്. അപ്പോ അവിടെ ഉള്ള ക്രമമായി ഒരുക്കി വെച്ച ഒരുപാട് ഗേറ്റുകളും വാതിലുകളും അതിൻ്റെ അകത്ത്. പിന്നെ ആ കൊട്ടാരത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരുപാട് മനോഹരമായി അടുക്കി വെച്ച ഒരുപാട് അലങ്കാരങ്ങളും ലൈറ്റുകളും അതൊക്കെ ഉണ്ടാവും. ഒക്കെ വ്യവസ്ഥാപിതമായി വെച്ചിട്ടുണ്ടാവും. ഈ കൊട്ടാരം കാണുന്ന ഒരാൾ പറയാണ്, ഇതിന്റെ ഒന്നും ഒരു നിർമ്മാതാവില്ല, ഇത് സ്വയം ഉണ്ടായതാണെന്ന് ഏതെങ്കിലും ആള് പറയോ? അതിലുള്ള ലൈറ്റ് കണ്ടിട്ട് ആന്നൊക്കെ വെറുതെ അവിടെ പൊട്ടിമുളച്ചതാണ്, അല്ലെങ്കിൽ അതിന്റെ ഗേറ്റ് കണ്ടിട്ട് വാതിൽ കണ്ടിട്ട് അലങ്കാരം കണ്ടിട്ട് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ പറയോ? ആരും പറയാ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അയാൾ എന്താ പറ്റിയാ പറയാ? അയാളാണ് ഏറ്റവും വലിയ ബോഷൻ. ആളുകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പരിഹസിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ മഹത്തായി പ്രപഞ്ചം അല്ലേ, സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഗാലക്സികളും ഒരുപാട് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് നക്ഷത്ര ഗോളങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഇങ്ങനെ സഞ്ചരിക്കണ ഈ പ്രപഞ്ചം കാണുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പിന്നിൽ ഒരു ഇതൊക്കെ നിയന്ത്രിക്കണ ഒരു രക്ഷിതാവുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ? അങ്ങനെയുള്ള ഒരാൾ അള്ളല്ല എന്ന് പറഞ്ഞ ഓനെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? ഇത്രയും വലിയ ബോഷൻ വേറുണ്ടോ? ഇല്ല എന്നതാണ്. അപ്പം ശരിക്ക് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള, അതാണ് ഹിജ്റുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും എന്ന്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഓതിയത് എന്താ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്ന് അല്ലാഹു തആല പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒന്നുകൂടി നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത് ഏതേനി? ഫജ്ർ അല്ലേ? എന്തിനേനി ആ ഫജ്ർ നമ്മൾ അവിടെ പറഞ്ഞത്? എന്തിനാ? പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രഭാതം പഠിച്ചപ്പോ നമ്മൾ പഠിച്ചു, പ്രഭാതം എത്ര നീണ്ടാലും എന്ത് വരും? രാത്രി എത്ര നീണ്ടാലും പ്രഭാതം വരും. ഇനി പിന്നെ ആ പ്രഭാതം എത്ര ആയാലും എന്ത് വരും? പിന്നെ എന്ത് ചെയ്യും? രാത്രിയും വരും. പകൽ എത്ര നീണ്ടാലും രാത്രി. അത് നമുക്ക് പഠിക്കാനുള്ള പാഠം. ഈ ദുനിയാവിൽ നമ്മൾ എത്ര വിഷമത്തിലും പ്രയാസത്തിലും വലിയ ദുരിതത്തിലുമാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അതിനൊക്കെ ആശ്വാസം വരുന്ന ചെയ്യുന്ന. ചിലപ്പോ ദുനിയാവിന്ന് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ പോണ ഒരു മനുഷ്യനെ അള്ളാഹു തആല ചിലപ്പോ അവന്റെ മരണത്തിന് ശേഷം അവനെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അത് കൊണ്ടുപോകും. ആലോചിക്കങ്ങള് അല്ലേ? അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? എന്ത് പ്രയാസങ്ങൾ ദുനിയാവിൽ അനുഭവിച്ചാലും അതിനൊക്കെ ശേഷം നമുക്കൊരു ആശ്വാസം വരും എന്നൊരു വലിയ പാഠം കൂടി അത് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്ക ജീവിതങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മക്ക ജീവിതം എങ്ങനെ? ഒരുപാട് പീഡനങ്ങള്, മർദ്ദനങ്ങള്, സ്വന്തം കുടുംബക്കാര് കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധം ചെയ്തു, പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കി, പിന്നെ പീഡിപ്പിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും ആ പ്രവാചകൻ, അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു ഇതോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനം നിന്നു മക്കത്ത് എന്നാ വിചാരിച്ചു അല്ലേ? ദഅവത്ത് നിന്നുപോയി എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താ? നാട്ടിൽ നിന്ന് പുറത്താക്കി അല്ലേ, പീഡനം, കൂടെ ആളില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ഇനിയിപ്പോ രക്ഷല്ല മുഹമ്മദ് നബിക്ക്, പൊയ്ക്കോട്ടെ, പോവല്ലാതെ രക്ഷയില്ല, ഇവിടെ ഇനിയിപ്പോ ആ ദൈവത്തിന്റെ കളി ഒന്നും ഇവിടെ നടക്കൂല, നാടുവിട്ടോളി അല്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എന്താ പിന്നീട് വന്നതെന്താ?
മദീനയിലേക്ക് അടുത്തി ഈ പുറത്താക്കിയ നാട്ടുകാരും പിന്നെ നാടും ഒക്കെ എന്ത് വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രബോധനം സ്വീകരിക്കാൻ അല്ലെ. അങ്ങനെയാണ് മക്കം ഫതഹ് ഉണ്ടാവുന്നത്, ബദർ യുദ്ധത്തിൽ വിജയം ഉണ്ടാവുന്നത്. ഇങ്ങനെ ഓരോ കാര്യം അങ്ങോട്ട് ആലോചിച്ച് നോക്കുങ്ങള്. അപ്പം ആ ഒരു രാത്രി എത്ര നീണ്ടാലും എന്ത് വരും? ഒരു ഫജ്ർ വരും, ആശ്വാസം വരും എന്നുള്ളതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഇങ്ങനെ പിന്നെ സമുദ്രത്തിന്റെ ഇത് നിൽക്കുമ്പോ ബാക്കിൽ ആരുണ്ട്? ഫിർഔനും കൂട്ടരും ഉണ്ട് അല്ലേ. അപ്പോ അനുയായികൾ പറയാണ്, മൂസാ നബിയുടെ അനുയായികൾ പറയാണ്, ഹവാരിയങ്ങൾ പറയാണ്, എന്ത്? ഇന്നാല മുദ്രക്കുൻ, ഇതാ നമ്മൾ പിടികൂടാൻ പോവാൻ കേട്ടോ, രക്ഷല്ല. ബാക്കിൽ ആരുണ്ട്? ഫിർഔനും കൂട്ടരുണ്ട്. മുന്നിൽ എന്തുണ്ട്? കടലുണ്ട്. സാധാരണ ഒരു ബുദ്ധി കൊണ്ട് നമുക്ക് കണക്കാക്കുക എന്താ? രക്ഷല്ല, ഇവിടെ കഴിഞ്ഞു കഥ എന്നാണ്. പക്ഷെ മൂസാ നബി പറഞ്ഞത് എന്താ? ആ സമയത്ത് മൂസാ നബി പറഞ്ഞെന്താ? റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. എവിടുന്നാ അത് പറയണത്? ബുദ്ധി കൊണ്ട് രക്ഷ മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഒരിക്കലും രക്ഷയില്ല എന്ന് ബുദ്ധി വിധി എഴുതുന്ന ആ സമയത്താണ് ആര് പറയണത്? മൂസാ നബിയുടെ ഈ വാക്ക് അല്ലേ. ഉടനെ തന്നെ അള്ളാഹു തആല എന്ത് ചെയ്തു? കടലിനെ പിളർത്തി. എന്തായി? അപ്പൊ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് വെറും കാരണം നോക്കലല്ല. കാരണം നോക്കിയാൽ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. മുന്നിൽ കടല്, ബാക്കില് ശത്രുക്കള് അല്ലേ. ഇവിടെ ഒക്കെ പാടെ പട്ടാളം ഇറങ്ങി, രക്ഷല്ലോ, എയർപോർട്ട് പൂട്ടി, ഇവിടെ മരിക്കന്നെ എന്ന് നമ്മൾ വിചാരിക്കും ചിലപ്പം. പക്ഷെ റബ്ബിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. നമ്മൾ ഈ കാരണമാണ് നോക്കുക, ഭൗതികമായ കാരണമാണ് നോക്കുക അല്ലെ. അവിടെയും പോലും പൊട്ടിച്ചു, ഇവിടെയും പൊട്ടിച്ചു, അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. കാരണം നോക്കിയിട്ട് നമ്മളിങ്ങനെ ഫത്വ പറയും. പക്ഷേ ആ കാരണത്തിന്റെ അപ്പുറം കാരണം ഉണ്ടാക്കിയവനായ ആ രക്ഷിതാവിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. മനസ്സിലായോ? അതാണ് മൂസാ നബിയുടെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ കാരണം മാത്രം നോക്കാൻ പോരാ, മറിച്ച് അള്ളാഹുവില് അഭയം പ്രാപിക്കണം, അള്ളാഹുവില് ശരണം. കാരണത്തിന്റെ കാരണക്കാരനാണ് ആര്? അള്ളാഹു. അതിനുണ്ടാക്കിയവനാണ് ആര്? അള്ളാഹു. മഹാനായ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്കിത് കാണാം അല്ലേ. പിന്നെ ആ തീക്കുണ്ടാരത്ത് കൊണ്ടുപോയിടുമ്പോ എപ്പോഴെങ്കിലും തീ തണുക്കുന്ന ഒരു സ്വഭാവം ആർക്കെങ്കിലും അറിയോ? ഇല്ല. അത് ആ തീയിന് തണുപ്പേകിയതും ചൂടുണ്ടാക്കിയതും ആ കാരണം ഉണ്ടാക്കിയതാരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് എന്ത് ചെയ്യും? ആ തീയിനെ തണുപ്പിക്കാൻ ഒരു പണിയില്ല. അപ്പൊ കാരണം ഉണ്ടാക്കിയ പിന്നെ മുസബ്ബിബിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത് എന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നത്? യഥാർത്ഥ ബുദ്ധി ഉപയോഗിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉപയോഗിക്കുന്നത്. ആ ബുദ്ധി ഉപയോഗിക്കാനാണ് വിശുദ്ധ ഖുർആൻ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണില്ലേ? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി. ലിഖൗമിൻ യഅഖിലൂൻ, നിങ്ങള് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് എന്താ? ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ബുദ്ധി ഉണ്ടായാൽ പോരാ, അവിടെ പാരത്രിക കാര്യം കൂടി ഉണ്ടാവുമ്പോഴേ യഥാർത്ഥത്തിൽ ബുദ്ധി ഉണ്ടാവും. ദുനിയാവിൽ നമുക്ക് അനുഗ്രഹമൊക്കെ കിട്ടി, ആ അനുഗ്രഹത്തിലൂടെ പാരത്രികമായ ആഖിറത്തിനെ പറ്റി ഓർക്കുമ്പോഴേ യഥാർത്ഥ ബുദ്ധിയാവുള്ളൂ എന്നുള്ളതാണ്. എന്തിനാണ് പടച്ചോനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ആ ബുദ്ധിയാവുന്നത്. അതാണ് അല്ലാഹു തആല ഇതിലൂടെ ചോദിക്കുന്നത്. ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹജർ. അമദില സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.